നമ്മൾ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്തിട്ട് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു ഫോമാണ് എയർ സുവിധ ഫോം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എബോള വൈറസിൻ്റെ ഔട്ട് ബ്രേക്കിന് ഭാഗമായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ ഫോം 4 സെക്ഷനായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ എയർ സുവിധയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. അപ്പോൾ അവിടെ ഡിക്ലറേഷൻ ഫോം നമുക്ക് കിട്ടും. ഇതാണ് ഇവരുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് 21 ഡേയ്സിലെ ഹെൽത്ത് ഹിസ്റ്ററി ചോദിക്കും. അതായത് ഏതെങ്കിലും എബോള ഔട്ട് ബ്രേക്ക് ഉള്ള കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അത് നൺ ഓഫ് ദ എബോവ് ആണെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഏത് കൺട്രിയാണെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുക. പിന്നെ നമ്മൾ ട്രാവൽ ഹിസ്റ്ററിയാണ്, അതായത് നമ്മുടെ പാസ്പോർട്ട് നമ്പർ, നമ്മൾ ഏത് എയർപോർട്ടിലാണ് എത്തുന്നത്, ആ എയർപോർട്ടിൽ എത്തുന്ന ഡേറ്റ്, ടൈം, നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ, അതുപോലെ തന്നെ ട്രാൻസിറ്റ് ഏതെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ എയർപോർട്ട് ഏതാണ്, ആ എയർപോർട്ടിൽ അറൈവ് ചെയ്യുന്ന ടൈം. അപ്പോൾ കോ പാസഞ്ചർ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ട് അവരുടെ ജസ്റ്റ് ഡീറ്റെയിൽസ്, നെയിമും പാസ്പോർട്ട് നമ്പറും ഏജ് അത് കൊടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ കോൺടാക്റ്റ് ആൻഡ് OTP എന്നുള്ള സെക്ഷനാണ് വരുന്നത്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ ഹോം അഡ്രസ്സ് കൊടുക്കുക, നമ്മുടെ കോൺടാക്റ്റ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ്സും വരും. ഇമെയിൽ അഡ്രസ്സിലേക്കും ഫോൺ നമ്പറിലേക്കും നമുക്കൊരു OTP അത് കഴിയുമ്പോൾ സെൻഡായിട്ട് വരും. ഈ ഫോമിനകത്ത് പ്രിഫർ ചെയ്യുന്ന ഇന്ത്യൻ മൊബൈൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ മൊബൈൽ നമ്പറിലേക്ക് OTP വരാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഇമെയിലിലേക്കും കൂടി OTP വരുന്നതുകൊണ്ട് ആ OTP നമുക്ക് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ വരും. ആ ഹെൽത്ത് ഡിക്ലറേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് റിവ്യൂ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5 minutes ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോമാണിത്. റിവ്യൂ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് സെപ്പറേറ്റ് റെഫറൻസ് നമ്പർ വെച്ചുള്ള ഒരു QR കോഡുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വരും. അത് ഡൗൺലോഡ് ചെയ്തോ സ്ക്രീൻഷോട്ട് ചെയ്തോ വയ്ക്കുക. നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ വിത്തിൻ 24 hours നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് നാട്ടിൽ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യാൻ മറക്കണ്ട.